സാക്ഷാൽ നമ്മുടെ ട്രംപിൻ്റെ കൂടെ ആരൊക്കെ കൂടുന്നോ അവരൊക്കെ പ്രതിസന്ധിയിലാവുന്ന ഒരു കാലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫൻറ്റീനോ ആണ്. അദ്ദേഹം പെട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ട്രംപ് മുതലാളിയുമായി ഒരു കച്ചവടമൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയതാണ്. പക്ഷേ ആ കച്ചവടവുമായി ജിയാനി താഴേക്ക് വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും കൂടി ജിയാനിയെ ഓടിച്ചു. ഇപ്പോൾ ജിയാനി പെട്ടുകിടക്കുകയാണ് എന്നതാണ് സ്ഥിതിവിശേഷം. രാജിവെച്ചേക്കും എന്നും വാർത്തയുണ്ട്. സംഗതി ഖത്തറിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയപ്പോൾ ജിയാനി രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്കെത്തി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവുമെന്നറിഞ്ഞില്ല. ജിയാനി ഈ അമേരിക്കയിൽ വെച്ച് നടന്ന ഈ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൻ്റെ സംഘാടനവുമൊക്കെയായി ട്രംപ് മച്ചമ്പിയുടെ കയ്യിൽ ചെന്നുവിട്ടു. മച്ചമ്പി ഒരു ഒന്നാം തരം കച്ചവടക്കാരനായതുകൊണ്ട് പെതിയെ ജിയാനിയെ അടുപ്പിച്ച് നിർത്തിയിട്ട് ഒരു 40,000 കോടി ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ഒരു പ്രപ്പോസലുമൊക്കെയായി മുന്നോട്ട് പോയി. എന്ന് വെച്ചാൽ ഫിഫ വേൾഡ് കപ്പിലെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളുമെല്ലാം താനും തൻ്റെ മകനും മരുമകനും ഒക്കെ ചേരുന്ന വലിയ കമ്പനിയുടെ കൂടി പങ്കാളിത്തത്തോടെ വേറെ കമ്പനിക്കാരെയും പിടിച്ച് ഇത് കൊഴുപ്പിച്ച് കനപ്പിച്ച് മൂപ്പിച്ച് റെഡിയാക്കി രക്ഷപ്പെടുന്നൊരു പ്രപ്പോസലുമായിട്ടാണ് ജിയാനിയെ സമീപിച്ചത്. ജിയാനി നോക്കിയപ്പോൾ തൻ്റെ കാലവും പ്രായവും ഒക്കെ ഇങ്ങനെ ആയിരിക്കുന്നു. പിന്നെ വന്നിരിക്കുന്നത് ചില്ലറക്കാരനല്ല, സാക്ഷാൽ ട്രംപനാണ്, അമേരിക്കൻ പ്രസിഡൻ്റാണ്. സാധാരണ ഖത്തറിലൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ പോയപ്പോൾ അവിടുത്തെ അമീറൊക്കെ അതിൻ്റെ കാര്യങ്ങളിൽ നിർണായക സന്ദർഭങ്ങളിൽ ബന്ധപ്പെട്ടു എന്നുള്ളതല്ലാതെ ജിയാനിയുമായി കച്ചവടത്തിനൊന്നും ഇറങ്ങിയില്ല. പുള്ളിക്ക് വേറെ കച്ചവടം ചെയ്യാൻ സംഗതിയൊക്കെ ഉണ്ടെന്ന് മാത്രമല്ല, ഈ ട്രംപിൻ്റെ വായും വയറും പോലെ വല്ലാണ്ട് കീറിയിരിക്കുമല്ല ആർത്തി കൊണ്ട് അവരാരും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ട്രംപ് ദേ കച്ചവടത്തിനെല്ലാം റെഡിയായി നിൽക്കുന്നു. അങ്ങനെ ജിയാനിയും അതിനോടൊപ്പം കൂടാൻ തീരുമാനിച്ചു. 10-40% സ്വകാര്യ നിക്ഷേപവും ബാക്കി ഫിഫയുടെ ഫണ്ടും ഒക്കെയായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇവർ രണ്ടുപേരും കൂടി സർവാത്മന സ്വീകരിച്ച് സ്നേഹത്തോടെയെല്ലാം സംഗതി ഒരുക്കി. ഫിഫ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളുടെ ഫുട്ബോൾ അസോസിയേഷനുകളുടെ സാന്നിധ്യം അതിലുണ്ട്. അവരാണ് ഫിഫയുടെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. ഈ കച്ചവടവുമായി ചെന്നപ്പോൾ എല്ലാവരും കൂടി ജിയാനിയെ ഓടിച്ചു. നിൻ്റെ പണി കയ്യിരിക്കട്ടെ, അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ സംഗതി ചെകുത്താനും കടലിനും നടുക്കായതുപോലെയായി ജിയാനി. ചെകുത്താൻ ട്രംപ്, കടൽ പോലെ ബാക്കിയുള്ള ഈ ഫിഫ അംഗങ്ങൾ മുഴുവനും. രക്ഷപ്പെടാനൊരു മാർഗവുമില്ല. പണ്ടത്തെ പോലെ അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയടിക്കുന്ന ഒരു ലോകക്രമം കഴിഞ്ഞതുകൊണ്ട് ഫിയാനി ഇപ്പോൾ കതകിൻ്റെ ഇടയിൽ വീണതുപോലെയാണ്. സംഗതി രാജിവെച്ചേക്കുമെന്നാണ് ഒടുവിലത്തെ സൂചന. അളിയൻ്റെ കൂടുന്നവരെല്ലാം ഇതുപോലെ രാജിയിലാണ് എന്ന് കലാശിക്കുക എന്നത് അതിൻ്റെ മറ്റൊരു കാര്യം.